അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബലിപെരുന്നാൾ ദിവസം പുത്തൻവീട് തറവാട്ടിൽ എല്ലാവരും ഒത്തുകൂടി. എല്ലാവർക്കും വേണ്ടി ഐഷുമ്മയുടെ വകയുള്ള എല്ലാ സമ്മാനങ്ങളും നൽകി. മാത്രമല്ല ഉളുഹിയത്ത്, അറുത്ത ഇറച്ചിയുടെ പൊതിയും. എല്ലാവരും സന്തോഷത്തോടെ. എന്നാൽ ഈ സമയം കുഞ്ഞിക്കതിയ 2 ദിവസം ജാമ്യം കിട്ടിയ സന്തോഷത്തിലായിരുന്നു അവർ. എന്തായാലും വേണ്ടിയില്ല, കാരണം പുത്തൻവീട് തറവാട്ടിൽ എങ്ങനെയെങ്കിലും എത്തണം. എന്നാൽ ഹസീന പറഞ്ഞു, എൻ്റെ പൊന്നാരുമ്മ, നിങ്ങൾ വെറുതെ അവിടെ പോയി നാണം കെടണ്ട കേട്ടോ. ഇനിയിപ്പോൾ ആളൊക്കെ മനസ്സിലാക്കി നോക്കിയതിന് ശേഷമാണെങ്കിലോ അതെ, ആൾമാറാട്ടം നടത്തുന്ന പലരും ഉണ്ടാവും. അപ്പോൾ പിന്നെ അങ്ങനെയൊക്കെ ചെക്കിങ് ഉണ്ടെങ്കിലോ ഈ ഒന്ന് പോടി അവിടുന്ന്. അങ്ങനെയൊന്നുമില്ല, ഈ വെറുതെ വേണ്ടാത്ത പറയണ്ട കേട്ടാ. എൻ്റെ പൊന്നാരുമ്മ, നിങ്ങൾ എന്തെങ്ങനെ? നമ്മളെ ഇപ്പൊ പോലീസ് സ്റ്റേഷനിൽ ഇറങ്ങി വരാണ്, അല്ലാതെ നമ്മൾ വേറെ എവിടുന്ന് വരുമെന്നല്ല. അതുകൊണ്ട് എനിക്ക് പറയാനുള്ള എന്താന്ന് വെച്ചാല്, കണ്ട മോശമാണ്, ആൾക്കാരൊക്കെ എന്തെങ്കിലുമൊക്കെ വിചാരിക്കും. എന്നാൽ കുഞ്ഞിക്കഥയ്ക്ക് ഒരു സമാധാനം ഉണ്ടാവില്ല. ഇറച്ചി കൊടുക്കൽ കഴിഞ്ഞാവാം, അവിടെ എത്തുന്നവർക്കൊക്കെ എത്ര അറുത്തുകണാവാം. കഴിഞ്ഞല്ലോ അങ്ങനെ തന്നെയാണ്, നല്ലോ അറക്കും. ഓല് കുറഞ്ഞ മട്ടത്തിലൊന്നല്ല, കാരണം നമ്മൾ ഈ നാട്ടുത്തോൽക്കൊക്കെ എത്തിച്ചുന്ന രീതിയിലൊക്കെയാണ്. അതിനൊക്കെ മെയിൻ കാരണം ഐഷുമ്മേ ഷമ്മാസും തന്നെയാണ്. ബാക്കിയുള്ളവരൊന്നും വല്ലാതെ അങ്ങോട്ട് അയിമക്ക് കണ്ട് ഇറങ്ങലില്ല. ഷമ്മാസ് ഓൻ അങ്ങനെയാണ്, എല്ലാത്തിനും ആ തള്ള എന്താ പറഞ്ഞത് അതിനനുസരിച്ച് നിൽക്കുവോനെ. അങ്ങനെയും കിട്ടണം മക്കളെ. ഇപ്പോഴത്തെ മക്കളൊക്കെ എവിടെ കിട്ടണം? അങ്ങനെ ഇങ്ങോട്ട് പോകാൻ പറഞ്ഞാൽ അങ്ങോട്ടേ പോവുള്ളൂ. എന്തായാലും അത് നല്ല ഉമ്മാക്കനുസരിച്ചൊരു ഉമ്മാൻ്റെ കുട്ടി തന്നെയാണത്. ഓന് ചെറുപ്പം മുതലേ അങ്ങനെ തന്നെ, പിന്നെയും ഇപ്പോഴും അങ്ങനെ തന്നെ. എല്ലാം ഉമ്മാനെ കഴിഞ്ഞിട്ടേ ഉള്ളൂ ഓന് ബാക്കി. അങ്ങനെയാണ്. എന്നാൽ ഹസീന പറഞ്ഞു, അതേ, ഇങ്ങളിഞ്ഞ് പോയിക്കാണ്ട് പ്രശ്നം ഉണ്ടാക്കി ഇനി നിങ്ങൾ വെറുതെ നാണം കെടുത്തിട്ടാ. ഇനിയിപ്പോൾ നാണം കെടാൻ എന്താ ബാക്കി? എല്ലാ നാണക്കേടും കഴിഞ്ഞിക്കിട്, ഇനി ഒന്നും ബാക്കിയില്ല, ഒക്കെ എല്ലാവരും അറിഞ്ഞിക്കിട്. അപ്പോൾ എനിക്ക് പറയാനുള്ള എന്താ വെച്ചാൽ, നിങ്ങൾ പോകണ്ട ഹസീന. ഞാനാ എൻ്റെ അമ്മ, ഇജാ എൻ്റെ അമ്മ. ഒരു സംശയമുണ്ട്. ഞാൻ പറയണത് ഇജാണ് കേൾക്കണ്ടില്ല, നേരെ തിരിച്ചല്ലേ ഉമ്മ. അതൊക്കെ പണ്ട്, ഇനി മക്കൾ പറഞ്ഞ കുറച്ച് ഉമ്മാർ കേൾക്കേണ്ടി വരും. ഇജ് പോടി ഓടുന്ന്, എന്നെ കൊണ്ടാവൂല. ഒന്നുമില്ലെങ്കിൽ ഒരു 2000-3000 ഉറുപ്പ്യ ഇട്ടാലും അതും ആയില്ലേ. 2000 ഉറുപ്പ്യ ആയാലും 3000 ആയാലും ഇനിയിപ്പോൾ ഒരു കൂട്ടി ഡ്രസ്സായാലും എന്തായാലും കിട്ടണ ഇപ്പോൾ വെറുതെ കലണ. നിങ്ങൾക്ക് കിട്ടിയത് മതിയാണില്ലേ? മതിയാകാര് ഇത് തന്നെ എല്ലാവർക്കും വെറുതെ കൊടുക്കണാണ്. ഇതൊന്നും ഉണ്ടാകുന്ന. എന്നാൽ കുഞ്ഞിക്കതിയ അതാ അപ്പോഴേക്കും പർദ്ദയും സലഫിയും ഒക്കെ ഇടുന്നു. എന്നാൽ അതിന് മേലെ കൂടെ ഒരു ഹിജാബും കെട്ടുന്നു. റാഹത്തായി. ഒരു ബാഗ് കൊടുക്കട്ടെ. അവരൊന്ന് കണ്ണാടി നോക്കി. ഇന്നെ കണ്ടിട്ട് ഇപ്പോൾ ഒരു അറബിച്ച് ലുക്കുണ്ട്. ഏതായാലും പോയി നോക്കട്ടെ. ഏതായാലും ഹസീന ഓള് കാണണ്ട. കുഞ്ഞിക്കദ്യമല്ലേ അവിടെ നിന്ന് ഇറങ്ങി ഗേറ്റ് കടന്നു. നേരെ അതാ ഒരു ഓട്ടോറിക്ഷ കിട്ടിയാൽ എന്ന് വിചാരിക്കുന്നു. ഏതായാലും ഇനിയിപ്പോ മറ്റോനോ കാക്കണ്ട. അതായത് ഫായ്സിനെ ഞാൻ വിളിച്ചാൽ കിട്ടൂല്ലോ, വരൂല്ല. അതൊക്കെ പോന് കള്ളി പൊളിഞ്ഞില്ലേ. ഞോനെ വിളിപ്പിക്കോ എന്തൊക്കെയാവും. എന്തായാലും ഇപ്പൊ എന്താ, പുത്തൻവീട് തറവാട്ടിലേക്ക് ഒന്ന് എത്തുതന്നെ വേണം. അങ്ങനെ ആ പെരുന്നാൾ ദിവസമാണെങ്കിൽ വണ്ടിയും കിട്ടുന്നില്ല. ചുരുക്കി പറഞ്ഞ കുഞ്ഞിക്കതിയ അവിടെ നിന്ന് കുഴങ്ങി. ഇവിടെ വണ്ടിയൊക്കെ പോർച്ചിലുണ്ട്, ഇനിയിപ്പോൾ ഡ്രൈവറും വേണ്ടേ. ഡ്രൈവർ അതിന് സത്താറ്. ഓൻ ഇവിടുത്തെ വണ്ടിയായിട്ട് ഇനി പോലും വരലൊക്കെ. ഇനി ഓനെ വിളിച്ചാൽ കിട്ടൂല. ഓനും തന്നെ കള്ളത്തരങ്ങളെല്ലാം പൊളിഞ്ഞപ്പോൾ ഇനിയിപ്പോൾ വരവുണ്ടാവില്ല. ഇപ്പോൾ 2 ഡ്രൈവർമാരും നമുക്ക് നഷ്ടമായി. ഇനിയിപ്പോൾ ആരെയും ഒന്ന് വിളിച്ച. ശരിക്കും അതാ കുഞ്ഞിക്കതിയുടെ മനസ്സിൽ പല പല ചിന്ത. അവൾ അപ്പോൾ ഒരു കാറിന് കൈകാട്ടി. എന്നാൽ ആ കാർ നിർത്താതെ പോയി. അല്ല, ചിലവരൊക്കെ പറഞ്ഞ ഗൾഫിലൊക്കെ എപ്പോഴും കാറിനല്ലേ. ഇപ്പോൾ ഇവിടെ പിന്നെ അതുണ്ടാവല്ലോ, ഓട്ടോറിക്ഷ ഇല്ലാഞ്ഞപ്പോൾ എന്താ ചെയ്യുക? വല്ലാത്തൊരു പുതുമന്നപ്പത്. ഇറങ്ങുകയും ചെയ്തു. ഇനി ഒരു ഓട്ടോറിക്ഷ കിട്ടിയാൽ മതിയായിരുന്നു. പെരന്റെ ഗേറ്റിന് മുന്നേ ഒന്നങ്ങോട്ട് മാറിക്കട്ടെ. എന്നാൽ പെരുന്നാളിന്റെ തലേ ദിവസം അതാ വാതിലിൽ മുട്ടുകേട്ട ഫസീല. അവൾ ഒന്ന് ഭയന്നു. പഠിച്ചോനെ, ഈ സമയത്ത് ആരപ്പോ വാതിലിന് മുട്ടുന്നത്? അവൾ ഒരു നിമിഷം തുറക്കണ്ടേ എന്ന് കരുതി. എന്നാൽ അവൾ മനമില്ലാ മനസ്സോടു കൂടി അതാ വാതിൽ തുറക്കുകയാണ്. അല്ലാ, അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം. ഇക്ക, അപ്പോ നിങ്ങൾ സൗദിയുടെ അടുത്ത്? അതൊക്കെയുണ്ട്. അതല്ല, എന്ത് സൗദി ഉണ്ടോ? ഇല്ല, സൗദിയെ കൊണ്ടുവന്നിട്ട് എന്താ? അവൾക്ക് ശരിക്കും ബോധവും ഓർമ്മയൊന്നും ഇല്ലാതെ
അവള് ഹോസ്പിറ്റലുണ്ട്, അവൾ ട്രീറ്റ്മെന്റ് കഴിഞ്ഞിട്ടില്ല. ഓ അതെ, പിന്നുണ്ടല്ലോ എന്ത് വന്നത് ഇങ്ങോട്ട്? എന്താ വരണ്ടേ? അല്ല അതല്ല, ഹോസ്പിറ്റലിൽ നിന്ന് എങ്ങനെ പെട്ടെന്ന് ഇങ്ങോട്ട് എത്തിയതെന്നാ ചോദിച്ചത്. അല്ലാതെ അതൊക്കെ പറയാം, അതൊക്കെയുണ്ട്. ശരിക്കും പറഞ്ഞാൽ അവൾക്ക് അത് വല്ലാത്തൊരു സർപ്രൈസ് ആയിരുന്നു. കാര്യം തൻ്റെ ഭർത്താവ് പ്രതീക്ഷിക്കാതെ വന്നിരിക്കുന്നു. അവൾക്ക് എന്തെന്നില്ലാത്ത സന്തോഷം, അതും സൗദിയുടെ അടുത്ത് നിന്നാണ് വന്നിട്ടുള്ളത്. അവൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അവൾ സന്തോഷം കൊണ്ട് കരഞ്ഞു പോയി. എന്തിനാ കരയുന്നത്? കരയുന്നൊന്നുമില്ല. അല്ല ഉമ്മ എവിടെ? ഉമ്മ നിങ്ങൾ കണ്ടില്ലേ? ഉമ്മയാണ് എനിക്ക് വാതിൽ തുറന്നു തന്നത്. അങ്ങനല്ലേ ഞാൻ ഇങ്ങോട്ട് എത്തിയത്. ഓ അങ്ങനെ, അത് പിന്നുണ്ടല്ലോ, ഉമ്മ ഇങ്ങനെ പറഞ്ഞിരിക്കുകയായിരുന്നു, എൻ്റെ കുട്ടിയും കൂടി ഉണ്ടായിരുന്നെങ്കിലേ നമ്മളെ ഉദുഹിയത്തൊക്കെ ഉഷാറായിരുന്നു. ഇതിപ്പോ ഒരു സമാധാനമല്ല, എല്ലാം ഉണ്ട്, പക്ഷേ എൻ്റെ മോനില്ലാത്തൊരു ദുഃഖം മാത്രമുണ്ട്. ഫൈസൽ പിന്നെ അവിടെ നിന്ന് വെക്കാം, ഇവിടെ നാട്ടിലുണ്ടായിട്ട് ഇതിലൊക്കെ കൂടാൻ പറ്റാതിരിക്കാന്ന് വെച്ചാല് അത് വല്ലാത്തൊരു ഇടങ്ങാറന്നല്ലേ റബ്ബേ. ഏതായാലും ഉമ്മാക്ക് സന്തോഷായിട്ടുണ്ടാവും കേട്ടോ. അതെ പെണ്ണെ, ഉമ്മാക്ക് ഒത്തിരി സന്തോഷായിട്ടുണ്ട് എൻ്റെ ഈ വരവ്. എന്നാൽ അതാ ഉമ്മ വിളിക്കുന്നു, മോനെ മോനെ നവാസേ. ഉമ്മ വിളിക്കുന്നുണ്ട്, ഫുഡ് കഴിക്കാനായിരിക്കും. അപ്പോൾ അത് ഫസീലയും ഇറങ്ങി അവൻ്റെ കൂടെ വന്നു. ഏതായാലും പടച്ച റബ്ബിനോട് നമ്മൾ ചോദിച്ച ഉത്തരം കിട്ടുന്നുണ്ടതിൻ്റെ വലിയൊരു ഉദാഹരണം തന്നെയാണ്. അല്ലെങ്കിൽ ഉമ്മാരെ ദുആ പഠിച്ചോൻ കേൾക്കും. ഇപ്പൊ കണ്ടീലേ ആ റഹീമിന്റെ അവസ്ഥ തന്നെ, 20 കൊല്ലാണ് ജയിലിൽ കിടന്നത്. ഏതായാലും പഠിച്ചോന്റെ അനുഗ്രഹം കൊണ്ട് ഈ ബലിപെരുന്നാളിന് ആ ഉമ്മയും മോനും ഒരുമിക്കുകയാണ്. വല്ലാത്തൊരു സന്തോഷം തന്നെയാണ്. ഇപ്പൊ കണ്ടില്ലേ, ഉമ്മാരെ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. നമ്മൾ ഉമ്മമാരെ വെറുപ്പിക്കാനേ പാടില്ല. അവര് പ്രാർത്ഥിച്ചാൽ അതിന്റെ ഉത്തരം നമുക്ക് വേഗം കിട്ടും. ഇപ്പൊ ഞാൻ അങ്ങനെ ഇന്നലെ എൻ്റെ ഹൃദയം പൊട്ടി ഞാൻ ദുആ ചെയ്ത്, പഠിച്ചോനെ എൻ്റെ കുട്ടി റബ്ബേ ഇവിടെ നാട്ടിലുണ്ടല്ലോ, ഇഞ്ഞിട്ട് പോലും എൻ്റെ കുട്ടിക്കൊന്ന് എൻ്റെ ഒപ്പം ഒന്ന് കൂടാൻ കഴിയണില്ലല്ലോ റബ്ബേ. ഏതായാലും പെരുന്നാളെന്നൊക്കെ പറഞ്ഞാൽ വലിയ സന്തോഷമുള്ള കാര്യല്ലേ പഠിച്ചോനെ. എൻ്റെ കുട്ടി ഇവിടെ ഉണ്ടായിട്ട് പോലും കൂടാൻ ഒരുമിച്ചൊന്നും നിൽക്കാൻ പറ്റാത്ത അവസ്ഥ, അതൊന്നും ആഘോഷിക്കാനൊന്നും ഒരു സന്തോഷം കിട്ടണില്ലേനു. ഉമ്മ ഓരോന്ന് പറഞ്ഞു. ഉമ്മയുടെ പ്രാർത്ഥനക്ക് ഫലമായിട്ട് തന്നെയാണ് ഞാനിവിടെ എത്തിയത്. അല്ല മോനെ, എങ്ങനെ ഇപ്പൊ സംഭവിച്ചത്? അല്ല എങ്ങനെ ഇപ്പൊ വരാൻ കാരണം? അവിടുന്ന് അവളെ എങ്ങനെ ഒറ്റക്കിട്ട് പോവോ മോനെ? അല്ലുമ്മ, ഒരിക്കലും ഒറ്റക്കിട്ട് പോന്നോന്നല്ല ഞാന്. എന്നാലും മോനെ, സൗദന്റെ അടുത്ത് ആരാപ്പ ഉള്ളത്? അതോ സിസ്റ്റർമാര് നോക്കാൻ പറ്റേ പറഞ്ഞേക്കണോ? ഉമ്മ, ഞാനാകെ ടെൻഷനായി. എൻ്റെ ഉമ്മയും പിന്നെ ഫസീലയും മക്കളൊക്കെ പോന്നപ്പോൾ ഞാൻ ആകെ വല്ലാതെ ടെൻഷനായി. കാരണം സൗദന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ അങ്ങനെ, അവൾക്കൊരു മിണ്ടാട്ടും ഒന്നുമില്ല. എന്തോ ഒരവസ്ഥയിൽ ഞാനൊരു അന്യനെ പോലെയാണ് ഉമ്മ ഓളെ കൂടെ കഴിയുന്നത്. ഓൾക്ക് ഇന്നെ ഒരു ഓർമ്മയും ബോധമൊന്നുമില്ല. പിന്നെ ഞാനിങ്ങനെ നിൽക്കാന്ന് മാത്രം. പിന്നെ ഇപ്പോൾ എൻ്റെ ഭാര്യയായി പോയില്ലേ, അതുകൊണ്ട് അവൾ ചെയ്തതൊക്കെ ആലോചിച്ച് നോക്കുകയാണെങ്കിൽ ആർക്കും നിൽക്കാനൊന്നും തോന്നൂല. പക്ഷെ ഞാൻ പഠിച്ചോന്നെ വിചാരിച്ച് നിന്നതാണ്. മോനെ, ഒരു കുട്ടിയുള്ളതല്ലടാ, അതുകൊണ്ട് പിന്നെ നമ്മൾ കുറച്ചൊക്കെ ഒന്ന് വിട്ടുവീഴ്ച ചെയ്യണ്ടേ? ഇനിയിപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള അങ്ങനെ കാട്ടിക്കുകയാണെങ്കിലും കുറച്ചൊരു നമ്മൾ പഠിച്ചോനെ ഓർത്തിട്ടിങ്ങനെ ചെയ്ത് അതിൻ്റെ പ്രതിഫലം എൻ്റെ കുട്ടിക്ക് കിട്ടും. അല്ല മോനെ, ഇങ്ങോട്ട് പറഞ്ഞില്ലല്ലോ, ആരാ മോനെ, ആരാ നിർത്തിയത്? ഉമ്മ, നമ്മൾ പഠിച്ചവനോട് ദുആ ചെയ്താൽ, അതും പ്രത്യേകിച്ച് അറഫാ ദിനത്തിലൊക്കെ ദുആ ചെയ്താൽ നല്ല പ്രതിഫലം പെട്ടെന്ന് അതിൻ്റെ ഉത്തരം കിട്ടുമെന്നാണല്ലോ അല്ലേ? ഞാനങ്ങനെ മനസ്സിൽ വിചാരിച്ചു. എൻ്റെ ഉമ്മയുടെ കൂടെ എൻ്റെ കുടുംബങ്ങളുടെ കൂടെ ഒക്കെ ഒന്ന് കഴിയാനൊക്കെ ആഗ്രഹമുണ്ട്. പെരുന്നാളല്ലേ, ഈ ഒരു ഹോസ്പിറ്റൽ റൂമിൽ ഇങ്ങനെ ഒതുങ്ങി നിൽക്കുന്നത് ആലോചിക്കുമ്പോൾ തന്നെ ഒരു ടെൻഷനാണ്. മോനെ, എന്നിട്ട് ആരാണ് വന്ന് പറടാ? ഉമ്മ, അത് സത്താർ എന്ന പേരുള്ള ആളുണ്ടല്ലോ, ഓന് അവരുടെ വൈഫാണ് ആദ്യം വന്നത്. വൈഫ് വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ വീട്ടിലേക്ക് പൊയ്ക്കോളി, പെരുന്നാൾ ആഘോഷിക്കണ്ടേ, നിങ്ങൾ പൊയ്ക്കോളി, പിന്നെ ഞാൻ നോക്കിക്കോളാം ഇവളെ. എന്നാൽ തൊട്ട് പിറകിലായിട്ട് അയാളുണ്ട്, അയാളൊന്ന് ഞാൻ അവിടെ റൂം എടുത്ത് നിന്നോളാം, അവൾ നോക്കിക്കോളും. കാരണം പുത്തൻവീട് തറവാട്ടുകാര് ഞങ്ങൾക്ക് വേണ്ടി ഒരുപാട്, എനിക്കും എൻ്റെ മക്കൾക്കും എൻ്റെ കുട്ടികൾക്കൊക്കെ എൻ്റെ ഭാര്യക്കൊക്കെ വേണ്ടി ഒരുപാട് ഹെൽപ്പ് ചെയ്തതാണ്. അതുകൊണ്ട് ഒരിക്കലും ഞങ്ങളത് മറക്കൂല, ഞങ്ങളത് മറക്കാൻ പാടില്ല. നിങ്ങൾ ഉപകാരം ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങളത് മറക്കുകയേ ഇല്ല ഒരിക്കലും. കാരണം നിങ്ങളെ വീട്ടിൽ വലിയ ആഘോഷം പെരുന്നാൾ ഒക്കെ നല്ല രീതിയിൽ കൊണ്ടാടുകയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു
എൻ്റെ ഭാര്യ എന്നോട് പറഞ്ഞു ഈ കാര്യം എന്നൊക്കെ പറഞ്ഞിട്ട് മൂപ്പര് കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ആണോ പടച്ച റബ്ബേ, അങ്ങനെയാണെങ്കിൽ അവർക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ എത്തിക്കണട്ടെ മോനെ. ഏതായാലും നല്ലൊരു ഉപകാരമായി പഠിച്ചോനെ. ഞാൻ വിചാരിച്ചു ഇതിനെ നവാസ് ഇവിടെ ഉള്ള സ്ഥിതിക്ക് ഓനെ ഹോസ്പിറ്റലിൽ എന്നൊക്കെ പറയുമ്പോൾ ഒരു ഇടങ്ങാറായിരുന്നു. ഏതായാലും അൽഹംദുലില്ലാ മാഷാ അല്ലാ, വല്ലാത്തൊരു സന്തോഷം തന്നെ കേട്ടോ. എന്നാലും അവൾക്ക് നന്ദി ഉണ്ടല്ലോ. നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുത്തിക്കണമെങ്കിൽ ചിലവർ തിരിഞ്ഞു നോക്കൂല. പക്ഷെ ഇവര് നന്ദിയുണ്ട്, നല്ല ആൾക്കാർ അല്ലേ ഉമ്മ. സത്യമായിട്ടും എനിക്ക് വല്ലാത്ത സന്തോഷമായി. കാര്യം മക്കള് 3 ഇവിടെ, നിങ്ങളെല്ലാവരും. പിന്നെ സൗദിയുടെ കാരണം വെച്ചാൽ ഞാൻ പോന്നാലും കുഴപ്പമില്ല, പോന്നില്ലെങ്കിലും കുഴപ്പമില്ല. ഉള്ള സിറ്റുവേഷൻ അങ്ങനെയാണ്. എന്തായാലും ഇൻഷാ അല്ലാ ഇത് കഴിഞ്ഞിട്ടൊന്ന് പോവാലോ. എന്നാൽ ഉമ്മാക്ക് അതിയായ സന്തോഷമായി. അങ്ങനെ അവർ ഒരുമിച്ച് എല്ലാവരും കൂടി ഭക്ഷണം കഴിച്ചു. മോളെ വേഗം പൊയ്ക്കോ, വേഗം പൊയ്ക്കോ. ഇനിയിപ്പോൾ നേരത്തെ എണീറ്റ് പോകാനൊക്കെ ഉള്ളതല്ലേ, പള്ളിയിൽ പോലും എല്ലാം കൂടിയൊക്കെ ആകുമ്പോൾ ഇനിയിപ്പോൾ നേരം വൈകിപ്പിക്കണ്ട. ഉമ്മ അതാ ഫസീലയെ വേഗം പറഞ്ഞയക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഫസീല പാത്രങ്ങളെല്ലാം എടുത്തു വെച്ചു. ഉമ്മ പറഞ്ഞു അതൊക്കെ ഞാൻ എടുത്തു വെച്ചോളൂ, നിങ്ങൾ പൊയ്ക്കോളി എന്ന് പറഞ്ഞ് ഉമ്മ അവരെ പെട്ടെന്ന് റൂമിലേക്ക് പറഞ്ഞയക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഫസീല ഉമ്മയോട് പറഞ്ഞു ഉമ്മ പോകാം. നവാസ് വീണ്ടും അവിടെ ഇരിക്കുകയായിരുന്നു ഡൈനിങ് ഹാളിൽ. അല്ല എൻ്റെ പൊന്നാര കുട്ടി, ഇവിടെ ഇരിക്കുക, അങ്ങോട്ട് പോയിക്കൂടെ. കുറച്ചു കഴിഞ്ഞപ്പോൾ ഷമ്മാസ് അതാ വാതിൽ തുറന്നു വരുന്നു. ആഹാ, ഇതിപ്പോ എന്ത് സംഭവം? ഇക്ക വന്നോ? അതെടാ ഞാൻ വന്നു. അതല്ല അപ്പോ അതായിരിക്കും എല്ലാവരുടെയും ഒരു ക്വസ്റ്റ്യൻ അല്ലേ? അതായത് ഞാന് അവിടെ ആളുണ്ട്. ആരാണിക്ക? അതെ, സത്താറും ഭാര്യയും അവിടെ നിൽക്കാന്ന് ഏറ്റിട്ടുണ്ട്. ഭാര്യ അവിടെ നിന്നോളാം, സത്താറ് പുറത്ത് നിന്നോളാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആണോ? മാഷാ അല്ലാ, ഇതെല്ലാം നല്ലൊരു, ഞാൻ അങ്ങനെ വിചാരിച്ചിരുന്നു നിൽക്കാം സത്യമായിട്ടും. അതായത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ നവാസ്ക ഉണ്ട്, പക്ഷെ ഇതിലൊന്നൊരു പങ്കെടുക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ എന്ന് പറയുമ്പോഴേ നമ്മളായിട്ട് ഉമ്മാൻ്റെ ഒക്കെ ഒരു ആഗ്രഹം, ഇവിടെ ആദ്യം ഉള്ള പരിപാടിനല്ലേ, അതിപ്പോൾ ഇവിടെ ഉണ്ടായിട്ട് പോലും ഒരു നമ്മൾക്ക് ഇതിൽ പങ്കെടുക്കാൻ പറ്റൂല എന്ന് പറഞ്ഞാൽ അത് വല്ലാത്തൊരു സങ്കടമുള്ള സംഭവം തന്നെയല്ലേ. സത്യം പറഞ്ഞാൽ ഇക്ക സന്തോഷമായി, എനിക്ക് വല്ലാത്തൊരു സമാധാനമായി. കാരണം എന്താന്ന് വെച്ചാൽ ഇക്ക ഇവിടെ ഉണ്ടായിട്ട്. എന്നാൽ ഷമ്മാസിന് ഒത്തിരി സന്തോഷമായി. നുസിയോട് കാര്യം പറഞ്ഞു. നുസി പെട്ടെന്ന് പഠിച്ചവനെ വന്നോ? ആഹാ, അതിപ്പോൾ എന്ന് നമ്മൾ അറിഞ്ഞില്ലല്ലോ. അത് ഉമ്മയുടെ ഫോണിലേക്ക് വിളിച്ചത് തോന്നുന്നുണ്ട്. ഉമ്മയുടെ ഫോണിലേക്ക് വിളിച്ചിട്ട് ഉമ്മ വാതിൽ തുറന്നു കൊടുത്തായിരിക്കും, ബെല്ലടിച്ചിട്ടില്ല. ഇനിയിപ്പോൾ ആരെയും ഉറക്കൊണ്ടെന്നാന്ന് വിചാരിച്ചിട്ടായിരിക്കും അല്ലേ. എന്നാൽ ഈ സമയം അതാ നവാസ് റൂമിലേക്ക് ചെന്നു. ഫസീലക്ക് വിശ്വസിക്കാനേ കഴിയുന്നില്ല, അങ്ങനെ ഒരു സർപ്രൈസ് തൻ്റെ ഭർത്താവ്, അതും പെരുന്നാളിൻ്റെ തലേ ദിവസം തരുമെന്ന് ഉള്ളത്. അവൾക്ക് വല്ലാത്ത സന്തോഷമായി. എന്നാൽ ഈ സമയം സംസാരിച്ചത് മറ്റൊന്നുമല്ലായിരുന്നു. അതെ ഫസീല, പിന്നെ മിസിരി എന്ന് പറഞ്ഞ കുട്ടിയുണ്ടല്ലോ, അവള് എന്ത് ചെയ്യുന്നത്? അവളിക്ക പഠിക്കുക പഠനം കഴിഞ്ഞു, ഇനി അവൾക്ക് ടീച്ചറായിട്ടൊക്കെ കയറാം. ഇംഗ്ലീഷ് ആണ് അവൾ വിഷയം എടുത്തത്. ഓ ഓക്കെ, അങ്ങനെയാണെങ്കിൽ PSC ഒക്കെ ഒന്ന് എഴുതി നോക്കിയാൽ. പക്ഷെ അവൾക്ക് അങ്ങനെ പൊതുവായിട്ടൊന്നും ഒരു ആഗ്രഹമൊന്നുമില്ല. അതാണ് കാരണം, അവൾക്ക് അതിനോട് വലിയൊരു ഇഷ്ടമൊന്നും, അങ്ങനെ പുറത്ത് പോയി ജോലി ചെയ്യണമെന്നൊന്നും ആഗ്രഹമൊന്നുമില്ല. ആ കുട്ടിക്ക് ഇങ്ങനെ വീട്ടിലൊക്കെ ഇരുന്നിട്ട് എന്തെങ്കിലുമൊക്കെ ഓൺലൈനായിട്ട് ചെയ്യാന്നുള്ള. ഓ അങ്ങനെയാണല്ലേ, ആയിക്കോട്ടെ. അതല്ല, നീ എന്താ അന്ന് പറഞ്ഞിരുന്നല്ലോ, ബാക്കി എനിക്ക് എൻ്റെ മൂഡ് ഓഫ് കൊണ്ട് എനിക്കത് കേൾക്കാൻ തീരെ പറ്റിയില്ല. അതായത് എന്താ കുഞ്ഞൂനായിട്ട് എന്തെങ്കിലും, കുഞ്ഞു എനിക്ക് ഒന്നുമല്ല, കുഞ്ഞുവിനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കണം എന്നുള്ളൊരു ആഗ്രഹം എൻ്റെ മനസ്സിൽ, ഉമ്മാക്കും ഉപ്പാക്കും നല്ല ആഗ്രഹം. എന്നാ പിന്നെ അതാണ് നോക്കിക്കൂടെ? ശരിക്കും നവാസിൻ്റെ ആ ഒരു വാക്കുകൾ കേട്ടപ്പോൾ ഫസീലയുടെ മനസ്സിലും നല്ല സന്തോഷം വന്നു. അവൾ പറഞ്ഞു, ഇക്ക ശരി എന്നല്ലേ? അതെ, ഇപ്പോൾ നവാസ് ഏറെക്കുറെ ഓക്കെ ആയിട്ടുണ്ട്. അവൻ്റെ സംസാരവും അവൻ്റെ മുഖഭാവവും കണ്ടാലറിയാം ശരിക്കും അവന് നല്ലൊരു സമാധാനവും സന്തോഷവും വന്നിരിക്കുന്നു. ഇക്ക ഞാനെന്നാലും കുഞ്ഞിനെ എടുത്ത്, വേണ്ട, കുഞ്ഞിന് പിന്നെ കരഞ്ഞാൽ കൊണ്ടുപോയി കിടക്കേണ്ടി വരും. ഇപ്പോൾ തൽക്കാലം നുസിയുടെ അടുത്ത് തന്നെ കിടക്കട്ടെ. അതായത് നുസിക്ക് എന്തൊക്കെ തന്നെയാലും കുഞ്ഞിനെ വിട്ട് തരാനും അവൾക്കൊരു മനസ്സില്ലാത്ത പോലെയാണ്. ഒന്നുമല്ല, കരയെന്ന് വിചാരിച്ചിട്ടായിരിക്കും. ആയിക്കോട്ടെ, ഓക്കെ. എന്തൊക്കെ തന്നെയായാലും അതാ നമ്മുടെ ഫസീലയും നവാസും ഓരോ കഥകൾ പറയുന്നു സന്തോഷത്തോടു കൂടെ. അവർ പെരുന്നാളിൻ്റെ തലേ ദിവസം ശരിക്കും ഒന്ന് ആഘോഷിച്ചു. എന്നാൽ പിറ്റേന്ന്
സുബഹിന് മുമ്പായിട്ട് തന്നെ ഷമ്മാസും നവാസുമെല്ലാം ഉണർന്ന് അവർ ഓരോ കാര്യങ്ങൾ തുടങ്ങി. ഐഷുമ്മയും കുറച്ചു കഴിഞ്ഞപ്പോഴതാ വീട്ടിലേക്ക് ആളുകൾ ഒഴുകി തുടങ്ങുന്നു. പെരുന്നാൾ നിസ്കാരത്തിന് വേണ്ടിയിട്ട് ഐഷുമ്മയുടെ വീടിന്റെ ഒരു ഭാഗത്തായിട്ട് നല്ലൊരു ഗാഹ് സെറ്റാക്കിയിരുന്നു. ഈദ്ഗാഹിലേക്ക് എല്ലാവരും നമസ്കരിക്കുവാനൊക്കെ വന്നു തുടങ്ങി. ഒരു ഭാഗത്ത് ഫുഡ് ഉണ്ടാക്കുന്ന തിരക്ക്. രാവിലെ മുതൽ വരുന്നവർക്കും തന്നെ ചായയും കടിയും എല്ലാം ഉണ്ട്. പിന്നെ ചോറും ഒക്കെ ലഭിക്കും. അതുകൊണ്ട് തന്നെ അവിടെ പരിസരത്തുള്ളവരെല്ലാം പുത്തൻവീട് തറവാട്ടിൽ രാവിലെ തന്നെ എത്തിക്കൊണ്ടിരുന്നു. എന്നാൽ കുഞ്ഞിക്കതി അപ്പോഴൊന്നും എത്തിയിട്ടില്ല. ഓട്ടോ കിട്ടാതെ കാത്തിരിക്കണേ. വിളിക്കാൻ പറ്റുന്നോളില്ലപ്പോ. ആരും ഇപ്പൊ എന്റെ കൂടെ വരൂല. എന്നാലും ഒന്നുകൂടി ഒന്ന് വിളിച്ചു നോക്കിയാലോ. ആ ഫായിസിനെ ഒരു വണ്ടിയും കിട്ടണില്ലല്ലോ. ഞൊക്കെ കഴിഞ്ഞിട്ടേക്കാരം ഞാനാണ്ട് എത്തുക. വല്ലാത്തൊരു പുതുമന്നെ. എന്നാൽ അതാ അവരുടെ വീടിന് മുമ്പിലൂടെ ഒരു ഓട്ടോ പോകുന്നു. ഏയ് ഓട്ടോ ഒന്നവിടെ നിന്നാണേ എന്ന് പറഞ്ഞ് കുഞ്ഞിക്കതി നേരെ റോഡിന്റെ മുമ്പിലേക്ക് അങ്ങോട്ട് ഇറങ്ങിച്ചെന്ന് കൈ കാട്ടുന്നു. എന്നാൽ ഒരു നിമിഷം ഏതായി തള്ള എന്ന് പറഞ്ഞുകൊണ്ട് ആ ഓട്ടോ ഡ്രൈവർ. എന്നാൽ ഒരു നിമിഷം അവന് പെട്ടെന്ന് മനസ്സിലായി, ഇത് അതെ ഒന്ന് നിർത്തിയൊന്നേ. പെട്ടെന്ന് ഓട്ടോ അവിടെ നിർത്തി. എന്നാൽ ആ താത്തയുടെ മുഖം കണ്ടപ്പോൾ അവനൊന്ന് ഞെട്ടി. അത് മറ്റാരുമായിരുന്നില്ല, ഫായിസ് ആയിരുന്നു. എന്തിനാ ഇനി വല്ല ബോഡിയും കൊണ്ടുപോവാനുണ്ടോ? ഒന്നെന്നെ ഞാൻ പെട്ടുകിടക്കുകയാണ്. എന്തിനാ നിങ്ങൾ എന്നെ ആവശ്യമില്ലാത്തൊരു പണി വിളിച്ച് ഏൽപ്പിച്ചത്? എന്നിട്ടിപ്പോ എന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചേ എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടായിരുന്നത്? അതെ നിങ്ങൾ ഒരു ട്രിപ്പും ഞാൻ എടുക്കൂല, ദയവായി നിങ്ങൾ എന്നെ വിളിക്കരുത് എന്ന് പറഞ്ഞ് ഫായിസ് അല്പം ദേഷ്യത്തോടെയാണ് പോകുന്നത്. പൊന്നാര മോനെ, ഇജ ഒന്നും കാര്യാക്കല്ലേ, അതൊക്കെ ശരിയായിക്കോളുന്നേ. ഇങ്ങനെ ബേജാറായാലോ? ഞാൻ ഒന്നും ഉണ്ടായിട്ടല്ല പൊന്നാര കുട്ടിയെ. അത് ഞാൻ പിന്നെ ഇപ്പൊ എന്താ കാട്ടുക? ഒന്ന് എന്നെ അവിടെ ഒന്നും ആക്കി തന്നാൾ. എവിടെ പുത്തൻവീട് തറവാട്ടേ അവിടെ ഒന്ന് ആക്കി തന്നാള്. അതെ ഇന്നെ കൊണ്ടാവൂല, കാരണം നിങ്ങളെ കൊണ്ട് നടക്കാൻ തന്നെ പേടിയാണ്. പല രീതിയിലും കേസ് വരും. എനിക്കാവൂല ഇടക്കിടക്ക് ഈ പോലീസ് സ്റ്റേഷൻ കയറി ഇറങ്ങാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞ് ഫായിസ് നിർത്താതെ അങ്ങ് പോയി. ഒരുമ്പട്ടോന് ചെക്കന് വല്ലാത്തൊരു സാധനം തന്നെ. മുന്നിൽ വന്നിട്ട് ഓന് കേറ്റിയില്ലല്ലോ. അല്ലെങ്കിൽ ഒന്നുകൊണ്ട് ആക്കി തന്നാ ഇപ്പൊ എന്താ? കുഞ്ഞിക്കതി ഓരോ വാഹനത്തിനും കൈ കാട്ടുന്നു. ഒരു കാറേർക്കെങ്കിലും ഒന്ന് കയറ്റിക്കൊണ്ടേക്കൂടെ? കാറേരെങ്ങനെ പോണ്? ബൈക്കുമ്പോഴേക്കും എനിക്ക് കയറാൻ കഴിയൂല. വല്ലാത്തൊരു പുതുമന്നെ ഇത്. പുത്തൻവീട് തറവാട്ടത്തതൊക്കെ ഇപ്പൊ കഴിയും. ശരിക്കും അവർക്ക് വല്ലാത്തൊരു നിരാശയായിരുന്നു. ഏതായാലും ഭാഗ്യത്തിന് ഒരു ഓട്ടോറിക്ഷ വരുന്നുണ്ട്. കൊട്ടവണ്ടി അറബേ, എന്നാലും വണ്ടിയില്ല. അവർ കൈ കാട്ടുന്നു. എന്നമ്മാ എന്ന് പറഞ്ഞിട്ട് അവിടെ വണ്ടി നിർത്തുന്നു. ഇതിപ്പോ തമിഴന്മാര് വണ്ടിയാണ്. അത് ശരി, ഇത് പഴയ സാധനം കൊണ്ടുപോണ വണ്ടിയാ. എന്നാലും വണ്ടിയില്ല, ഇതിലെങ്കിൽ ഇതില്. അങ്ങനെ ആ ഒരു ഗുഡ്സ് ഓട്ടോറിക്ഷ അവിടെ നിർത്തുന്നു. അതെ ഇന്നൊന്നാ പുത്തൻവീട് തറവാട്ടിലേക്കൊന്ന് ആക്കി തരുമോ എന്നമ്മാ? അവരെന്തോ പറയുന്നു. എന്നാൽ കയറുവാൻ വേണ്ടി ആവശ്യപ്പെടുകയും ചെയ്യുന്നു. എന്നാൽ കുഞ്ഞിക്കതി അതിൽ പൊത്തിപ്പിടിച്ച് എങ്ങനെയൊക്കെയോ കയറുന്നു. ഏതായാലും പർദ്ദ ഹിജാബൊക്കെ ആയതുകൊണ്ട് ആരും കാണൂല. അതും വലിയൊരു ഹൈറന്നെ. അങ്ങനെ അവർ ആ കൊട്ടവണ്ടിയിൽ കയറി ഇരുന്നു. ഇനിയിപ്പോ നിന്ന് കഴിഞ്ഞാൽ ആൾക്കാരൊക്കെ നോക്കുമെന്ന് കരുതിയിട്ട് അങ്ങനെ പുത്തൻവീട് തറവാടിന്റെ മുമ്പിലൂടെയാണ് ആ ഒരു ഗുഡ്സ് പാസ് ചെയ്യുന്നത്. അല്പസമയം കഴിഞ്ഞപ്പോൾ നെക്സ്റ്റ് എങ്കെ ഇറങ്ങണം എന്നൊക്കെ പറഞ്ഞ് ഒപ്പിച്ചു. അങ്ങനെ പുത്തൻവീട് തറവാടിന്റെ ആ ഒരു വലിയ ഗേറ്റിന് മുമ്പിൽ ആ ഒരു ഗുഡ്സ് ഓട്ടോ നിർത്തുന്നു. പലരും നോക്കുന്നുണ്ട്, ആരാപ്പ ഇതിൽ വന്നത്? ഇനിയിപ്പോ ഇറച്ചി കൊണ്ടാനെങ്ങാനും വന്ന വണ്ടിയാണോ എന്നൊക്കെ കരുതി പലരും നോക്കുന്നുണ്ട്. എന്നാൽ അതിൽ നിന്ന് കുഞ്ഞിക്കതിയെ ഇറങ്ങി ആ ബാഗുമായി. ഉള്ളിൽ വലിയൊരു കവറുമുണ്ട്. അത് കണ്ടറിഞ്ഞ് പിടിച്ചതാണ്. ഇനിയിപ്പോ 2-3 പൊതി കിട്ടുകയാണെങ്കിൽ അതും കൊണ്ട് കൊണ്ടുവരാലോ. എന്റെ മക്കൾക്ക് എന്നൊക്കെ പറഞ്ഞ ഓരോ പൊതി മാങ്ങ. ഏതായാലും നടക്കട്ടെ. അങ്ങനെ കുഞ്ഞിക്കതിയ ആ സ്ത്രീകളുടെ ഭാഗത്തേക്ക് നടക്കുന്നു. എന്നാൽ ഹിജാബൊക്കെ ധരിച്ചു വരുന്നത് കൊണ്ട് തന്നെ എല്ലാവരും വല്ലാതാരും ശ്രദ്ധിച്ചില്ല അതാരാണെന്നോ എന്താണെന്നോ. എന്നാൽ ഐഷുമ്മ വരുന്നവരെ എല്ലാം സ്വീകരിക്കുവാൻ വേണ്ടി മുന്നിൽ തന്നെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ കുഞ്ഞിക്കതിയെയും സ്വീകരിച്ചു. എല്ലാവരും സലാം പറഞ്ഞുകൊണ്ടാണ് ഐഷുമ്മയുടെ അടുത്തേക്ക് സലാം പറഞ്ഞുകൊണ്ട് പോവുകയാണ്. ആ കൂട്ടത്തിൽ ഇനിയിപ്പോ എന്റെ ശബ്ദം കാണാൻ മനസ്സിലാവോ എന്ന് കരുതിയിട്ട് അവർ വെറുതെ ഒന്ന് കൈ പിടിച്ചു എന്ന് തന്നെ, അല്ലാതെ വേറൊന്നും. അവിടെ ഇരുന്നോളൂട്ടോ. അങ്ങനെ കുഞ്ഞിക്കതിയെ എല്ലാവരോടും പറയുന്നു.
അങ്ങനെ അതാ അവരും ആ ആൾക്കൂട്ടത്തിൽ ഇരിക്കുന്നു. എല്ലാവർക്കും അപ്പോൾ അവിടെ ചായയും കടിയുമെല്ലാം കൊടുക്കുകയാണ്. അറവ് തുടങ്ങിയിട്ടില്ല. ഒരു ഭാഗത്ത് പെരുന്നാൾ നിസ്കാരം നടക്കുന്നുണ്ട്. അവിടുത്തെ ആ ഒരു വലിയ മുറ്റം നിറയെ ആളുകളാണ്. ആ ആളുകളുടെ കൂട്ടത്തിൽ അതാ കുഞ്ഞിക്കതിയെയും ഒരിടം പിടിച്ചു. എന്തോ ഒരു റാഹത്തിലേ, ഈ ഒരു പെരയും കൂടിയൊക്കെ കണ്ടിട്ട് റബ്ബേ, എന്താണിത്? ഇവിടേക്കാണല്ലോ പിന്നെ മോള് സൗദനെ കെട്ടിച്ചത്. ഓല് ചില്ലറക്കാരൊന്നല്ല. ഏതായാലും ആട്ടെ, ഞാൻ ഇവിടേക്ക് ഇടക്കിടക്ക് വരും. ഇങ്ങനെ വരാൻ പറ്റുള്ളൂ. ഞാനിപ്പോ അമ്മായിമ്മ എന്നുള്ള നിലക്കുമല്ല, ഇനിയിപ്പോൾ ജയിലിൽ ശിക്ഷ അനുഭവിക്കാൻ പോവാണെന്നുള്ള നിലക്കുമല്ല. എന്തായാലും വേണ്ടില്ല, പുത്തൻ വീട്ടിൽ നിന്ന് കിട്ടുക എന്ന് പറഞ്ഞാൽ അത് വല്ലാത്തൊരു സുഖം തന്നെ. എങ്ങനെയെന്നാവോ എൻ്റെ മോളെ ഇവിടുത്തെ നവാസ് കെട്ടിയത്? അതും വലിയൊരു ഭാഗ്യം തന്നെയാണ്. അതുകൊണ്ടല്ല ഇപ്പം എല്ലാം എനിക്ക് ഉണ്ടായത്. അത്രയും വലിയ പെരയും അത്രയും വലിയ കുടിയും എല്ലാം കൂടിയും ഏതായാലും കിട്ടിപ്പോയതന്നെ അങ്ങനെ ഒരു മരുവനെ. ഞങ്ങൾക്കിപ്പോൾ വലിയ സ്ഥലവും പെരയൊക്കെ എടുത്തതുകൊണ്ട് ഓൻ്റെ തന്നെ അതെങ്ങാനും അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതാണ്ട് ക്യാൻസലേക്കാരം. ഏതായാലും തൽക്കാലം ഇങ്ങനെ നിൽക്കട്ടെ. അങ്ങനെ അതാ പെരുന്നാൾ നമസ്കാരം കഴിഞ്ഞ് എല്ലാവരും എത്തിത്തുടങ്ങുന്നു. ഷമ്മാസും നവാസുമെല്ലാം സജീവമായുണ്ട്. അങ്ങനെ അത് എല്ലാവർക്കും ഭക്ഷണം കൊടുക്കുന്നതിനിടയിലും ഷമ്മാസും നവാസും എത്തുന്നുണ്ട്. പെട്ടെന്ന് കുഞ്ഞിക്കതിയ അത് കണ്ടു. അതിപ്പോ എൻ്റെ മരോ നവാസല്ലേ? ഓനിപ്പോ ഇങ്ങനെ ഇവിടെ എത്തിയത്? അപ്പൊ ആശുപത്രിയിൽ ആരാ? ആശുപത്രിയിൽ ആരും ഉണ്ടാവില്ലല്ലോ ഇങ്ങനെയാണെങ്കിലേ. ഇതിപ്പോ എല്ലാരും ഇവിടെ ഉണ്ട് പുത്തൻ വീട് തറവാട്ടത്തെ. ആരോടെങ്കിലും ഒന്ന് ചോദിച്ചു നോക്കിയാലോ? ഒന്ന് ചോദിച്ചു നോക്കാം അറിയാത്ത മട്ടത്തില്. അല്ലേ, ഇതിപ്പോ പുത്തൻ വീട് തറവാട്ടിൽ എത്ര ആൺകുട്ടികളാ? ഇവിടെ 3-4 ആണുണ്ട്, ഒരു പെണ്ണുവാണെന്ന് തോന്നുന്നു. അതല്ല എല്ലാരും ഗൾഫുകാരാ? അല്ലല്ല, ഇപ്പൊ ഒരാള് വന്നിക്കണേ. അത് ഓനെന്താ ഭാര്യക്ക് എന്താ സുഖമില്ല അങ്ങനൊക്കെ പറഞ്ഞു വന്നതാണ്. ഓൻ ഇവിടെ ഉണ്ടോ? ഓനിപ്പോ ഇതില് പോയിരുന്നല്ലോ. ശരി. അതല്ല, എന്നിട്ടിപ്പോ അതിന്റെ ഭാര്യക്ക് സുഖായോ? വേറെ ആരെ ഏൽപ്പിച്ച് പോന്നൊക്കെ പറഞ്ഞു കേട്ടത്. എന്താ അറിയില്ല. എന്നാൽ കുഞ്ഞിക്കതിയുടെ മനസ്സിൽ ചെറിയൊരു പ്രതീക്ഷ. ഈ ഒരു സമയത്ത് സൗദ കിടക്കുന്ന ഹോസ്പിറ്റലിലേക്ക് ഒന്ന് പോയി ഓളോടൊന്ന് പറഞ്ഞാലോ, മാപ്പ് പറഞ്ഞാലോ, ഒന്നും കേസും കാര്യമൊന്നും ഇല്ല എന്ന് പറയാൻ വേണ്ടി പറഞ്ഞാലോ. എന്തായാലും ഇവിടെ നിന്നാണ്ട് കഴിച്ചിലാട്ടെ. എന്നാൽ ഈ സമയം ഹസീന വീടാകെ തെരഞ്ഞു നോക്കുന്നു. ഉമ്മ നിങ്ങൾ എവിടെയാണിത്? ഈ ഉമ്മത് എവിടെ പോയി കിടക്കുക? അവൾ ആകെ തിരയുന്നു. എന്നാൽ അതിനിടയിൽ ഹസീന ചില കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. കാര്യം, ആ ഫോൺ ഇവിടുന്ന് മെല്ലെ അങ്ങ് ഒളിപ്പിച്ചു കൊണ്ടുപോകണം. ഇനി എന്തായാലും ആ ഫോണ് തപ്പി നടക്കലായിരിക്കും പോലീസ് ഇവിടെ ചെയ്യുക. തൽക്കാലം ഉമ്മ അങ്ങനെ വെളിച്ചത്താക്കുമെന്നാവോ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ. എന്തായാലും ആ ഫോണിപ്പോൾ എവിടെ? ആ ഫോണ് കണ്ടാൽ അവർ കൊണ്ടുപോകും. ബാങ്കിൻ്റെ എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അതിൽ നിന്ന് കിട്ടും. തൽക്കാലം എന്തായാലും പോലീസ് വരും. ഇവിടെ ഞങ്ങൾ പോയില്ലെങ്കിലും തേടി തെരഞ്ഞു വരും. ഇനി ഇവിടെ റൈഡിങ് ഉണ്ടെന്ന് പറഞ്ഞിക്കണ്. അങ്ങനെ അതാ അവളുടെ റൂമിൻ്റെ ആ ഒരു അലമാരക്കുള്ളിൽ അടച്ചു വെച്ച സൗദിയുടെ iPhone 17 Pro Max പുറത്തെടുക്കുന്നു. ഇതിലിപ്പോൾ എത്ര ലക്ഷങ്ങൾ വന്ന് കിടക്കുന്നുണ്ട്. ഇത് കുറേയൊക്കെ ഞാൻ വലിച്ചിക്കണ്. ഏതായാലും ഇത് ഇവിടെ വെച്ച് കഴിഞ്ഞാലേ ഉറപ്പായിട്ടും പോലീസ് റെയ്ഡ് ഉണ്ടാവും. തള്ളെങ്ങാനും പറഞ്ഞു വെക്കോന്നാവും അറിയില്ല. പറഞ്ഞു കഴിഞ്ഞാൽ ആകെ പെടുകയും ചെയ്യും. എന്നാൽ സൗദിയുടെ ആ ഫോണ് അതാ അവൾ പതുക്കെ എടുക്കുന്നു. താത്താക്ക് ബുദ്ധിയും ബോധവും ഇല്ലാത്ത നന്നായി. ഉണ്ടെങ്കിലേ ഇതും തെരഞ്ഞു നടന്നീനോ. അന്ന് കുറെ ചോദിച്ചീനോ. അപ്പോത്തിന് നല്ല മെഡിസിനെ കൊടുത്തണ്ട് ഒതുക്കി താത്താനെ. അവൾ പതുക്കെ ആ ഫോൺ എടുത്ത് മാറ്റി വെക്കുവാൻ വേണ്ടി ശ്രമിക്കുകയാണ്. പെട്ടെന്നാണ് അതാ കോളിംഗ് ബെൽ അമർന്നത്. അതെ, അവൾ ഞെട്ടിത്തെരിച്ചു. ഹസീന ശരിക്കും ഞെട്ടി. ആരാ പഠിച്ചോനെ? പോലീസ് എങ്ങാനും വന്നോ? എനിക്കറിയുന്നില്ലല്ലോ. എന്താ ഞാൻ ചെയ്യാ? അവൾ പെട്ടെന്ന് അത് ഫോൺ അവിടെ തന്നെ വെച്ചു. അവളാകെ വിറക്കുന്നുണ്ടായിരുന്നു. ഈ ഉമ്മയാണോ ഇനി പോലീസാണോ എനിക്കറിയില്ല. അവൾ പേടിച്ചുകൊണ്ട് അതാ അവിടേക്ക് താഴേക്ക് ഇറങ്ങി വരുന്നു. പഠിച്ചവനെ ആരായിരിക്കും? അതൊക്കെ അവൾ വാതിൽ തുറന്നു. എന്നാൽ അത് മറ്റാരുമായിരുന്നില്ല. അമ്മ വിശക്കനമ്മ, എന്തെങ്കിലും കൊടുമ്മ.
ശരിക്കും അവൾക്ക് ദേഷ്യമാണ് വന്നത്. ഹോ, മനുഷ്യൻ ബേജാറായി പോയി. ഈ ഒരു അണ്ണാച്ചിയായിരുന്നോ ഇവിടെ വന്നിരുന്നേന്? ഇവിടെ ഒന്നുമില്ല, പെരുന്നാൾ ദിവസല്ലേ, ഇവിടെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ലേ എന്ന് പറഞ്ഞ് അതാ അയാൾ വീണ്ടും. എന്നാൽ തൊട്ട് പിറകിലായിട്ട് ഒരു ചേച്ചിയും 2 മക്കളും ഉണ്ട്. അവൾക്ക് ശരിക്കും ഭയം തോന്നി. അതാ ഹസീനക്ക് വല്ലാത്ത ഭയം. അവൾ ഞെട്ടിപ്പോയി. പഠിച്ചോനെ, എന്തപ്പോ ഇതെന്താ കൂട്ടത്തോടെ ഇറങ്ങിക്കാണോ? ഇതെന്താ ഗേറ്റ് ആര് തുറന്നിട്ടപ്പോ? ഗേറ്റും തുറന്ന് കിടക്കാനല്ല റബ്ബേ. ഇത് ആ ഗേറ്റ് ആര് തുറന്നത്? ഞങ്ങളല്ല, അത് ഓപ്പൺ പെണ്ണുങ്ക. ആരപ്പ ഗേറ്റ് തുറന്നിട്ട് പോയത്? എല്ലാ അണ്ണാച്ചാളും കൂടി ഇങ്ങോട്ട് വന്ന് കണ്ണം. കുട്ടികളും മക്കളും ഒക്കെ ആയിട്ട് ഒരു പട തന്നെയുണ്ട്. എന്നാൽ ശരിക്കും ഹസീന ഞെട്ടിപ്പോയി. പഠിച്ചോനെ, ഇവരെങ്ങാനും അകത്തേക്ക് എങ്ങാനും കേറിക്കൂടുവോ എന്നുള്ള ഭയമുണ്ട്. ഇവിടെ ഒന്നുമില്ല, പോയിക്കോളി, ഇവിടെ ഒന്നുമില്ല, ഇവിടെ ആരുമില്ല. ഇവിടെ ഇല്ലാന്നല്ല പറഞ്ഞത്. ഇവിടെ ഒന്നുമില്ല, ഇവിടെ ബിരിയാണി ഇല്ല, നെയ്ച്ചോറില്ല, ഇവിടെ ഒന്നും വെച്ചിട്ടില്ല. പോയിക്കോളി ഇവിടുന്ന്. അതെ, ഒന്ന് പോയി തരുമോ? നിങ്ങളെന്താ എല്ലാരും കൂടി ഇവിടെ കേറിക്കണത്? ചേച്ചി അങ്ങനെ പറയല്ല, നിങ്ങള് വിശന്നിട്ടാണ് ചേച്ചി. കഞ്ചൻ സാപ്പിടാൻ ബിരിയാണി താ. അതെ, ഇവിടെ ഇല്ല. ഞാൻ പറഞ്ഞില്ലേ ബിരിയാണി ഇവിടെ വെച്ചിട്ടില്ല. നിങ്ങൾ പോയിക്കാണി. ആരാണ് ഈ ഗേറ്റ് തുറന്നിട്ട് പോയതാവോ? ഉമ്മാന്റെ പണിയായിരിക്കും. നിങ്ങളാണോ ഗേറ്റ് തുറന്നത്? നിങ്ങളാണോ? നിങ്ങളോട് ആരും അകത്തേക്ക് പ്രവേശിക്കാൻ പറഞ്ഞത്? ഗേറ്റ് ഓപ്പൺ ആയിருக்கு. എന്താപ്പ ചെയ്യാ? ഞാൻ ആ ഫോണൊന്ന് ഒളിപ്പിച്ച് വെക്കണമെന്ന് വിചാരിച്ചപ്പോത്തിന് ഇവറ്റുകൾ ആകപ്പാട് കേറി ബെല്ലടിക്കലും. ഓ, കണ്ടില്ലേ, വീടിന്റെ വരാന്തയിലൊക്കെ കുട്ടികളെ കൊണ്ടുവന്ന് കെടുത്തിക്കണ്. അതെ, ഇവിടെ പറ്റൂല, നിങ്ങൾ പോയിക്കാണി. ഞാൻ പോലീസിനെ വിളിക്കും. അങ്ങനെ പറയല്ല ചേച്ചി, നമുക്ക് വിശന്നിട്ടാണ്. അതെ, വിഷക്കണ്ണിന് ഇവിടുന്ന് ഉണ്ടാക്കിയിട്ടില്ല പറഞ്ഞില്ലേ? നിങ്ങൾ പോയി അവിടുന്ന്. ശരിക്കും അതാ അവൾ ഞെട്ടിപ്പോകുകയാണ് ഇവരുടെ ഈ ഒരു കാട്ടിക്കൂട്ടലിൽ. അവരാകപ്പാട് കേറി അങ്ങ് നിരങ്ങുന്ന പോലെ. മക്കൾ അപ്പോഴേക്കും സിറ്റ് ഔട്ടിൽ കയറിയിട്ടുണ്ട്. അതെ, പോയിക്കാണി ഇവിടുന്ന്. എന്നാൽ ഈ സമയം അത് ഹസീന ആ ഫോണ് അവിടെ പുറത്തായിരുന്നു വെച്ചിരുന്നത്. അത് അകത്തിട്ട് പൂട്ടിയിട്ട് പോലുമില്ല. ആകെ ആരെങ്കിലും പെട്ടെന്ന് വന്നാൽ പെട്ടെന്ന് അത് ഒക്കെ കാണും. എന്തായാലും സൗദക്ക് ഓർമ്മശക്തിയൊക്കെ തിരിച്ചു കിട്ടിയാൽ ഫോണ് ചോദിക്കും. അപ്പൊ ഇവിടെ വന്ന് ഒക്കെ ചെക്ക് ചെയ്ത്. ചേച്ചി, കുട്ടികൾക്ക് വിശക്കുന്നു. അതെ, ഒന്ന് മിണ്ടാന്ന് പോകണ്ടോ? നിങ്ങളൊരു വിശപ്പ്. മനുഷ്യ ഇവിടെ ബേജാറായി നിൽക്കുമ്പോളാ നിങ്ങളൊരു ഒന്ന് ഇറങ്ങി പോയിക്കാൻ ഇവിടുന്ന്. എല്ലാരും കൂടി കുട്ടികളൊക്കെ എടുത്തോളി. നിങ്ങൾ എന്താ ഇവിടെ കുടിയേറി പാർക്കാൻ വന്നതാ? അതെ, ഇവിടെ ആരും ഇല്ല, പോയിക്കോളി. ഞങ്ങൾക്ക് വീടില്ല ചേച്ചി. വീടില്ലെങ്കിൽ ഇവിടെയാണോ നിങ്ങൾ വന്ന് കേറി കിടക്കുക? ഒന്ന് പോയി തരി വേഗം. എന്താന്നില്ലേ, എവിടുന്നോ അലവലാദികൾ വന്ന് കേറിയിക്കണേ. ചേച്ചി, കുറച്ച് കാശെങ്കിലും താ, 10 രൂപയെങ്കിലും. കാശ് തരാനേ ഇവിടെ ഇങ്ങനെ കാശ് അട്ടി വെച്ചേക്കല്ല. ഇറങ്ങി പോയിക്കോളൂ അവിടുന്ന്. എന്നാൽ ഒരു നിമിഷം അതാ ഹസീനക്ക് തോന്നി, പഠിച്ചോനെ, ഇതിന് വേഷം മാറി വേറെ ആരെങ്കിലും വന്നാണോ? CID വരുന്നൊക്കെ പറയണ കേക്ക. ഇതിന് CID അവൾ ഒരു നിമിഷം ഭയന്നു. കാരണം പല വേഷത്തിനും CID വരുത്രേ. അവർക്ക് കുട്ടികളെയും മക്കളെയും തമിഴന്മാർ രൂപത്തിലും അങ്ങനെയൊക്കെ ആയിട്ടും പഴയ മുഷിഞ്ഞ വസ്ത്രം ധരിച്ചിട്ടും ഒക്കെ വരും എന്നൊക്കെ പറഞ്ഞേക്കുന്നത്. CID നിങ്ങൾ എന്താ CID അല്ല ചേച്ചി, ഞങ്ങൾ CID അല്ല, ഞങ്ങൾ പാവങ്ങള്. വിശ്വസിക്കാൻ പറ്റൂല. കാര്യം ആദ്യം വന്ന് ഇങ്ങനെ വീട് കണ്ടച്ചു പോവും, പിന്നെ മാർക്കിട്ട് പോവും. അങ്ങനെയൊക്കെയാണ് അത്രേ രാത്രി മോഷ്ടിക്കാൻ വരല്. അമ്മ, കുളന്തുകൾ ക്ഷീണിച്ചുറങ്ങിയാലും ഇല്ലെങ്കിലും ഇവിടെ കിടക്കാൻ പറ്റൂല. എന്തിനാ വരാന്തമ്മല് കുട്ടികളെ കൊണ്ടുവന്ന് കെടുത്തിക്കണ്? ഓ, പെട്ടിയും ബാണ്ടൊക്കെ ആയിട്ട് ഇവിടെ വന്ന് എന്താന്നല്ലേ, കണ്ടാൽ തന്നെ ഛർദിക്കാൻ വരും നിങ്ങളൊക്കെ രൂപം കോലും കണ്ടാല്. ഒക്കെ എടുത്തു വേഗം പോയിക്കാണി. അങ്ങനെ പറയുള്ള ചേച്ചി, ഞങ്ങൾ പാവങ്ങളാണ്, വിശന്നിട്ടാണ്. ശരിക്കും അതാ ഹസീന പെട്ടു എന്ന് തന്നെ പറയാം. കാര്യം ഇവറ്റുകൾ പോകുന്ന ലക്ഷണമില്ല. ആകപ്പാട് സമാധാനക്കേട്. ഉമ്മാനെയാണെങ്കിൽ കാണാനുമില്ല. ഫോണാണെങ്കിൽ അവിടെ. പഠിച്ചോനെ, ബാക്കി ഞാൻ മാത്രം കരുതി ഉമ്മ കാണാത്ത കുറച്ച് ക്യാഷും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിന് ഇവരെങ്ങാനും കേറി മോഷ്ടിച്ച് ഞാൻ ഇവിടെ സംസാരിക്കുമ്പോഴത്തേന് പിൻവാതിലൂടെ ആരെയും കേറിയിട്ടുണ്ടാവോ? അതെ, നിങ്ങളൊന്ന് പോയി തന്നാണ് എനിക്കിവിടെ സമാധാനം. എനിക്ക് അകത്ത് കുറെ പണിയുണ്ട്. വേഗം ചെല്ലി, വേഗം പോയിക്കോളി. ചേച്ചി, 10 രൂപയെങ്കിലും താ ചേച്ചി. ഇവിടെ ഒന്നും ഇല്ലെന്ന് പറഞ്ഞില്ലേ, പോയിക്കോളി.
പോയിക്കോളി, കഴിക്കട്ടെ ചേച്ചി. ഇവിടെ നിൽക്കേ വേണ്ട, നിങ്ങൾ പോയിക്കോളി. എന്നാൽ ഈ സമയം കുഞ്ഞിക്കതിയ പുത്തൻവീട് തറവാടിൽ ഇറച്ചിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. എല്ലാവർക്കുമായിട്ട് വേറെന്തോ ഒന്ന് കൊടുക്കുന്നുണ്ട്. കവറിലിട്ടിട്ട് പൈസ കൊടുക്കുന്നുണ്ട്. അതേതായാലും നന്നായി. ഏതായാലും അതിഞ്ഞിപ്പോൾ ആർക്ക് എണ്ണപ്പെട്ട ആൾക്കാർക്ക് ഉള്ളതാണോ എന്തോ ആവോ. അങ്ങനെ ഏതാ ഭക്ഷണമെല്ലാം കഴിച്ചതിന് ശേഷം അതാ അവിടെ ഇറച്ചി വിതരണം തുടങ്ങിയിട്ടുണ്ട്. എല്ലാവരും ഇറച്ചി വാങ്ങുന്നുണ്ട്. എന്നാൽ കുഞ്ഞിക്കതിയുടെ ഊഴമെത്തി. ഓരോരുത്തർ ഒന്നും രണ്ടും പൊതിയൊക്കെ വാങ്ങിക്കൊണ്ടു പോകുന്നുണ്ട്. എന്നാൽ പെട്ടെന്ന് കുഞ്ഞിക്കതിയക്കും തോന്നി, അല്ലെങ്കിലും ഇപ്പോൾ എന്തിനാപ്പോൾ ഞാൻ ഒരു പൊതി വാങ്ങണേ, എനിക്കില്ല. ഇപ്പോൾ വലിയ 2 പെമ്മക്കൾ ഉണ്ടല്ലോ. 2 പെമ്മക്കൾക്ക് എന്ന് പറയാം. ഏതായാലും തൽക്കാലം ഒന്നും അറിയില്ലല്ലോ, ഹിജാബ് ഇട്ടത് നന്നായി. അങ്ങനെ അതാ കുഞ്ഞിക്കതിയുടെ ഊഴമെത്തി. എന്നാൽ ഐഷുമ്മയുടെ സാന്നിധ്യത്തിലാണ് അതെല്ലാം കൊടുക്കുന്നത്. ഐഷുമ്മ എല്ലാവരോടും പേരൊക്കെ ചോദിക്കുന്നുണ്ട്. പഠിച്ചോനെ എവിടുന്ന നിങ്ങള് എന്നുള്ള രീതിയിലൊക്കെ ചോദിക്കുന്നുണ്ട്. ഓരോരുത്തര് ഒന്ന് പരിചയപ്പെടാൻ വേണ്ടി മാത്രം, അല്ലാതെ വേറൊന്നുമല്ല. എന്നാൽ ഈ സമയം കുഞ്ഞിക്കതിയുടെ ഊഴമെത്തി. എന്ത് പേര്? ഒരു നിമിഷം കുഞ്ഞിക്കതിയ ഞെട്ടി. അതിപ്പോ ആമിന. പെട്ടെന്ന് സൗണ്ട് മാറ്റി ആമിന എന്നാക്കി മാറ്റി. അല്ല എങ്കിൽ കുഞ്ഞിക്കതിയ എന്ന് പറഞ്ഞാലേ ഉറപ്പായിട്ടും അത് മനസ്സിലാകും എന്നത് മാത്രമല്ല, പിന്നീട് ഞാൻ ഇറങ്ങിയ കാര്യം അവർക്ക് അറിയുകയും ചെയ്യാം. അതുമല്ല, പിന്നെ എൻ്റെ സൗണ്ടും മനസ്സിലാവും. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ആമിന എന്ന് പറഞ്ഞ് അവർ ഒപ്പിച്ചു കഴിഞ്ഞു. അതെ, എൻ്റെ 2 മക്കൾക്കും കൂടി ഇറച്ചി വേണം. ശരിക്കും ഒരു ദയനീയമായൊരു സ്ത്രീ പറയുന്ന പോലെയാണ് അവർ പറഞ്ഞത്. എന്നാൽ ഐഷുമ പറഞ്ഞു, അതെ ഇവർക്ക് 2 പൊതി കൂടെ ഏറെ കൊടുത്തോളൂ കേട്ടോ. ആർക്കെങ്കിലും അങ്ങനെ ഇറച്ചി എക്സ്ട്രാ ആണെന്നുണ്ടെങ്കിൽ പറഞ്ഞോളൂ കേട്ടോ. നിങ്ങളുടെ മക്കൾക്ക് കൊടുക്കാനൊക്കെ ഉണ്ടെങ്കിലേ അത് വാങ്ങി കൊടുത്തോളൂ കേട്ടോ. എല്ലാവർക്കും ഇഷ്ടം പോലെ ഉണ്ടാവും സാധനം, നിങ്ങൾ കൊടുത്തോളൂ. അങ്ങനെ അതാ 2 പൊതി കൂടി കുഞ്ഞിക്കതി ഏറെ വാങ്ങി. 3 പൊതി ഇറച്ചി കിട്ടി. അതും വലിയൊരു, ഏതായാലും തരക്കടില്ല എന്താന്നില്ലേ. എന്നാൽ തൊട്ടപ്പുറത്തായിട്ട് അതാ പൈസ കൊടുക്കുന്നുണ്ട്. പെട്ടെന്ന് ആ വരിയിലും കുഞ്ഞിക്കതിയ പോയി നിന്നു. എന്നാൽ അവിടെ പൈസ കൊടുക്കാൻ നമ്മുടെ ഐഷുമ്മയായിരുന്നു നേതൃത്വം നൽകിയത് അവിടെയും. എന്നാൽ ഈ സമയം ഐഷുമ്മ അങ്ങോട്ടെത്തി എല്ലാവർക്കുമായി ക്യാഷ് കൊടുക്കുന്നു. 2000 ആണോ 3000 ആണോ എന്താവാം, തരക്കടില്ല. ഇനിയിപ്പോൾ 1000 ആയാലും ഇപ്പം എന്താ, വെറുതെ കളയണോ? വെറുതെ കിട്ടണ വെറുതെ കളയണ്ടല്ലോ. അങ്ങനെ അതാ കുഞ്ഞിക്കതിയ ഒരു പാവത്തെ പോലെ അവിടെയും എത്തി. അവരുടെ നേരെയും ആ കവറ് നീട്ടി. എൻ്റെ 2 മക്കൾക്കുണ്ട്, മക്കളുണ്ട്, എനിക്ക് 2 എണ്ണം, ഓൽക്കുള്ളതും കൂടി തന്നാളി. എന്നാൽ അത് കേട്ടപ്പോൾ അതാ ഐഷുമ്മ പറഞ്ഞു അത് കൊടുക്കുവാൻ വേണ്ടിയിട്ട് 2 പേർക്കുമുള്ള കവർ എക്സ്ട്രാ അതും കൊടുത്തു. എന്നാൽ കുഞ്ഞിക്കതിയക്ക് വല്ലാത്ത സന്തോഷമായോ. എൻ്റെ റബ്ബേ, ഇപ്പോഴാണ് മുതലായത്. പുത്തൻവീട് തറവാട്ടിൽ മുതലായത് ഇപ്പോഴാണ്. പെട്ടെന്ന് നവാസ് അതുവഴി വന്നു. എന്താത്തെ, ഹെൽപ്പ് ചെയ്യണോ? ഇറച്ചി വണ്ടി ഉണ്ടോ? വണ്ടിയിൽ കൊണ്ടുവന്ന് വെക്കണോ? അതോ കൊണ്ടാക്കി തരണോ? നവാസിന്റെ ആ ഒരു വാക്ക് കേട്ട് കുഞ്ഞിക്കതിയ ഒരു നിമിഷം ഞെട്ടി. ഇറച്ചി ഞാൻ പിടിച്ച് ഞാൻ വണ്ടി ആക്കി തരാം. എല്ലാവർക്കും അങ്ങനെയും ഒരു ഹെൽപ്പ് അവിടെ ചെയ്തു കൊടുക്കുന്നുണ്ട് ഷമ്മാസും നവാസും കൂടി. കാരണം പാവപ്പെട്ട സ്ത്രീകളൊക്കെ വരുമ്പോൾ 3-4 പൊതിയൊക്കെ ആയിട്ട് അവർക്ക് പോകാൻ ബുദ്ധിമുട്ടായതുകൊണ്ടും ഓട്ടോ കിട്ടാത്തത് കൊണ്ടൊക്കെ ഷമ്മാസും നവാസും അവരെയൊക്കെ ഒരുവിധം ആൾക്കാരെയൊക്കെ ഏൽപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നാൽ ഈ സമയം കുഞ്ഞിക്കതിയ ശരിക്കും ഞെട്ടി. അതെ, നവാസ് ആണ് എൻ്റെ അടുത്തേക്ക് വന്നിട്ടുള്ളത് ഇറച്ചിപ്പൊതി വാങ്ങുവാൻ വേണ്ടിയിട്ട്. എന്നാൽ കുഞ്ഞിക്കതിയ ഭയന്നു. 3 പൊതി ഇറച്ചിയും 3 കവറിലുള്ള പൈസയും എല്ലാം കൊണ്ട് അവരാകെ വിറക്കുന്നു. അതെ താത്ത, ഇങ്ങ് തന്നേക്ക്, ഞാൻ കൊണ്ടാക്കി തരാം. എവിടെ നിങ്ങളെ വീട്? ഞാൻ കൊണ്ടുവിട്ട് തരാം. അത് ശരിക്കും ശബ്ദം തന്നെ പറയുവാൻ അവർക്ക് മടി തോന്നുകയാണ്. അതായത് എൻ്റെ കള്ളത്തരമെല്ലാം പൊളിയുമോ? അല്ലെങ്കിൽ തന്നെ എന്നോട് ദേഷ്യാണ് ഓൻക്ക്, എൻ്റെ മരുവൻക്ക്. പഠിച്ചോനെ, എല്ലാം പൊളിയോ എൻ്റെ കള്ളത്തരൊക്കെ? എനിക്കറിയുന്നില്ല. എന്നാൽ നവാസ് അതാ അവരുടെ കയ്യിൽ നിന്ന് ആ ഇറച്ചിപ്പൊതി പിടിച്ചു വാങ്ങുവാൻ വേണ്ടി നിൽക്കുന്നു. എന്താ താത്ത നിങ്ങൾക്ക് ഇത്ര മടി തരാനേ? എന്താ ഞാനങ്ങനെ എടുക്കണമെന്ന് വിചാരിച്ചിട്ടല്ലോ ആണോ? നിങ്ങൾക്ക് വേണ്ടി 2 പൊതി ഏറെയും കൂടി ഞാൻ തരാം. അല്ലേ, നിങ്ങളിവിടെ നിന്ന് ബുദ്ധിമുട്ടുന്ന കണ്ടപ്പോഴാണ് ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാന്ന് വിചാരിച്ചത്. വേണ്ടേ? അത് ശരിക്കും അവർക്ക് സംസാരിക്കാനും കഴിയുന്നില്ല. സംസാരിച്ചു കഴിഞ്ഞാൽ എൻ്റെ ശബ്ദം കേട്ടാൽ അവൻ മനസ്സിലാക്കുമല്ലോ. ആകപ്പാടെ ഒരു ടെൻഷനായിരുന്നു അവൻക്ക്. എന്താ ചെയ്യാ എനിക്കറിയുന്നില്ല.
ഞാൻ കൊണ്ടേക്കോളാം, എനിക്ക് ആള് വരും. എങ്ങനെയൊക്കെയോ ശബ്ദത്തിൽ അങ്ങനെ പറഞ്ഞ്, എന്തെങ്കിലും ശബ്ദല്ലേ, എന്ത് തൊണ്ടവേദന ഉണ്ടോ? നവാസിന്റെ ആ ഒരു ചോദ്യത്തിന് മുമ്പിൽ വീണ്ടും അതാ അവർ ഞെട്ടുകയാണ് ചെയ്യുന്നത്. എന്നാൽ നവാസ് അത് മനസ്സിലാക്കുമോ? കുഞ്ഞിക്കതിയ പുത്തൻവീട് തറവാട്ടിലേക്ക് വന്നതും ഇറച്ചിപ്പൊതിയും പൈസയുമായി പോകുന്നതും നവാസ് അറിയുമോ? ആളെ തിരിച്ചറിയുമോ? നമുക്ക് കാത്തിരുന്ന് കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.